ഞാൻ ചോദിക്കാണ് നമ്മൾ പണ്ടൊന്നും ശരിക്കും ഈ ഒരു അപ്പോക്സി കൊടുക്കാതെയല്ലേ ടൈല് വിരിച്ചിരുന്നത്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും വാറന്റി ആക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തായിരിക്കും പറയാം. പിന്നെ ഞാൻ മുസ്തഫ ഖാനെ കണ്ടപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോക്സി കൊടുക്കുമ്പോൾ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ് ടൈൽസിന്റെ ഈ ജോയിന്റിലായിട്ട് ആദ്യം സിമെന്റിന്റെ ലിക്വിഡ് കൊടുക്കണം അല്ലേ. റിയാലിറ്റി വണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹോം ടൂർ അല്ല കേട്ടോ. ഹോം ടൂർ നമുക്ക് ഭാവി ചെയ്യാനുള്ളൊരു വീടിന്റെ സൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫ്ലോറിങ്ങിന്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ മുകൾ ഭാഗത്തും താഴെയായിട്ട് കംപ്ലീറ്റ് ടൈലിങ്ങിൽ അപ്പോക്സി വിരിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത്. ഈ ഒരു വീട്ടിൽ കംപ്ലീറ്റ് വിരിച്ചിട്ടുള്ള ഡൂറോഫിലിന്റെ അപ്പോക്സി ആണ് കേട്ടോ. അതാണ് എടുത്തു പറയേണ്ടത്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ടൈൽ എടുത്തോ, ബ്ലാക്ക് ആവട്ടെ വൈറ്റ് ആവട്ടെ, ഡിഫറെന്റ് കളേഴ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ടൈൽസിൽ. അതിൽ മാച്ച് ആയിട്ടുള്ള അപ്പോക്സിയും ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതുതന്നെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ അധികം വൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് കുറെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. മുസ്തഫ ഇവിടെ കംപ്ലീറ്റ് ഇപ്പൊ ടൈലിന്റെ പണി കഴിഞ്ഞിട്ടുണ്ടല്ലേ. എത്ര സൈസ് വരുന്നത് ഈ ടൈലിന്റെ? ടൈൽസിന്റെ 6x4 ടൈലാണത്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈലിന്റെ ജോയിന്റ് കംപ്ലീറ്റ് അപ്പോക്സി വെച്ചിട്ടുണ്ടല്ലേ. ഗ്ലാസ് അപ്പോക്സി ആണ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് അപ്പോക്സി ആണ്. നിങ്ങൾ കംപ്ലീറ്റ് ഗ്ലാസ് അപ്പോക്സി ആണോ ഉപയോഗിക്കുന്നത്? കംപ്ലീറ്റ് ഗ്ലാസ് അപ്പോക്സി ആണ് ചെയ്യുന്നത്. ഏതാ ബ്രാൻഡ് കൊടുക്കുന്നത്? അത് ഡൂറോഫിലിന്റെ കമ്പനിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൂറോഫിലാണ്. ഞാൻ ചോദിക്കാണ്, നമ്മൾ പണ്ടൊന്നും ശരിക്കും ഈ ഒരു അപ്പോക്സി കൊടുക്കാതെയല്ലേ ടൈല് വിരിച്ചിരുന്നത്. പഴയ കാലത്ത് ഫുള്ള് ടൈൽസുകൾ ജോയിന്റ് ഫ്രീ പേപ്പർ ജോയിന്റ് ആയിട്ടാണ് ചെയ്തിരുന്നത്. നമ്മൾ ഈ ഒരു അപ്പോക്സി കൊടുക്കാൻ കാരണം എന്താണ്? ഇപ്പൊ ടൈല് വലിപ്പം കൂടിയുമ്പോൾ ബെൻഡിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പണിയെടുക്കാനുള്ള റിസ്കുകളുണ്ട്. പിന്നെ നമ്മൾ ഗ്ലാസ് അപ്പോസി അല്ലാതെ തന്നെ പേപ്പർ ജോയിന്റ് കൊടുത്താൽ പോലും ഭാവിയിൽ അവിടെ ജോയിന്റിൽ ചളി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മാറ്റ് അപ്പോസി ഉണ്ട്. പക്ഷെ മാറ്റ് അപ്പോസിന് ഈ പ്രശ്നം പറഞ്ഞിട്ട് ചളി പിടിക്കാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും സ്പേസർ വെച്ചാണ് ചെയ്യുന്നത് ടൈൽസുകൾ. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും സ്പേസറാണ്. ഒരുവിധത്തിൽ എല്ലാവരും ലേബർമാർ ചെയ്യുന്നത് ഇപ്പോഴും സ്പേസർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കമ്പനി പറയുന്നത് സ്പേസർ വെച്ച് ടൈല് വെക്കണം എന്നാണ് പറയുന്നത്. സ്പേസർ 2mm. ഫ്ലോറുകൾ ഫുള്ള് 2mm ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും വാറന്റി ആക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ട് അല്ലേ. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തായിരിക്കും പറയാനുള്ളത്? ഇത് 10 വർഷമായിട്ട് ഈ കമ്പനി മാർക്കറ്റിലുണ്ട്. 8 വർഷമായിട്ട് ഞാൻ ഈ ഡ്യൂറോഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കംപ്ലൈന്റുകൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ തരാന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഈ ലിക്വിഡൊക്കെ ഉപയോഗിക്കൂലേ ഫ്ലോറിലൊക്കെ. വീട്ടിലെ ആളുകളൊക്കെ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഇപ്പൊ ഫ്ലോർ ഒക്കെ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിന് ചളി പിടിക്കുകയോ വെള്ളത്തിന്റെ കളറോ പ്രശ്നങ്ങളോ ഒന്നും ഇതിൽ മേലെ വരാൻ സാധ്യത. അത് ഗ്ലാസ് കണ്ടന്റ് ആയതുകൊണ്ട് ഗ്ലാസ് അപ്പോസി എന്ന് പറഞ്ഞാൽ സാധാ അപ്പോസിന്റെയും വ്യത്യസ്തമായിട്ട് ഇതിന് ചളി പിടിക്കാൻ സാധ്യത തീരല്ല. ക്ലീനിങ് ചെയ്യാനും എല്ലാം കൊണ്ടും വളരെ ഈസിയാണ്. നമുക്കിവിടെ ഈ ഒരു ഫ്ലോർ അല്ലാതെ തന്നെ ഇതിന് കൂടുതൽ അറ്റാച്ച് ആയിട്ട് ബാത്റൂം വരുന്നുണ്ട്. അതിന്റെ വാളും നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ടോയ്ലറ്റ്. ഇതില് ഡ്രൈ ഏരിയ മെറ്റീരിയൽ ഒക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഇതിന്റെ ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ടോ? ഫ്ലോർ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ കൊടുത്തിട്ടുണ്ട്. ഇത് മാറ്റ് ടൈലാണ്. മാറ്റ് കാർവിംഗ് ആണ്. ഇതൊരു പഞ്ചിങ് ടൈപ്പ് ടൈലാണ്. ഈ ടൈൽസിനടക്കം നമ്മൾ ഇതിൽ ഗ്ലാസ് അപ്പോസിയാണ് കൊടുത്തിട്ടുള്ളത്. ജെല്ലാണ് ഇതിനും ഫുള്ള് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ജെല്ലിൽപ്പെട്ട ഗ്ലാസ് അപ്പോസിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വർക്ക് സാധാരണ ഗ്ലോസിനെക്കാളും കുറച്ച് റിസ്ക് ഉണ്ട് ഇത്. പക്ഷെ എങ്കിലും പണിക്ക് ഈസിയാണ്. നമുക്ക് പിന്നെ ഫസ്റ്റ് ഹാപ്പിൽ നമുക്ക് ഗ്ലാസ് അപ്പോസി സാധാരണ ഗ്ലോസിൽ നമ്മൾ സാധാരണ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ജെല്ല് ഇങ്ങനത്തെ ടൈല് ചെയ്യുമ്പോൾ മാസ്കിന്റെ പൊട്ടിച്ച് നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം ഇത് കുറച്ച് റിസ്ക് പിടിച്ച വർക്കാണ് ഇങ്ങനത്തെ ടൈലിൽ ചെയ്യുമ്പോൾ, വാൾമ ചെയ്യുമ്പോൾ. പക്ഷെ വിചാരിച്ചത്ര റിസ്ക് കമ്പനി ആയതുകൊണ്ട് വിചാരിച്ചത്ര റിസ്ക് നമുക്ക് വന്നിട്ടില്ല. നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാളും കൊടുക്കാൻ പറ്റും എന്നുള്ളത് പറയാല്ലേ. ഡ്യൂറോഫിലിന്റെ അപ്പോക്സി ഈ ഒരു വാളും കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ടാണ് ഈ ഒരു വാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈലാണെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രൊജക്ട് ചെയ്യുന്ന ടൈപ്പാണ്. ഇനി ഫ്ലാറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ അത് കുറച്ച് റിസ്ക് ഉള്ള വർക്കാണ്. ഈ ഭാഗത്താണ് ഇത് ഗ്ലോസിയാണ്, ഇത് ഗാർവിംഗ് ടൈപ്പാണ്. ഈ ടൈല് ഗാർവിംഗ് ആണ്. അതിന് വ്യത്യസ്തമായിട്ടാണ് ഈ ടൈല് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിത് പൊതുവെ ഇതിന് ഭയങ്കര റിസ്ക് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കമ്പനിയുടെ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സാധാരണ മാറ്റ് ടൈൽ കൊടുക്കുന്ന അതേ രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ കംപ്ലീറ്റ് ഉപയോഗിക്കാൻ എത്രത്തോളം ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ടുണ്ട്? ഇതിലിപ്പോ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ചെയ്തത് നമുക്കൊരു ആവറേജ് ഒരു 1.5 ലിറ്റർ കൊണ്ട്. ഇത് 6/4 ടൈലാണ്. 1.5 ലിറ്റർ കൊണ്ട് നമ്മൾ വർക്ക് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കമ്പനി പറഞ്ഞത് ഒരു ആവറേജ് 1.5 കിലോ കൊണ്ട് ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ 3000-ന് മുകളിൽ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതില് ഡിഫറൻസ് ഉണ്ടോ? കാരണം നമുക്ക് ഇത്രയും സൈസും ഈ വലിയ 6/4 ടൈലാണ്. പക്ഷെങ്കിലും പിന്നെ നമ്മൾ വിചാരിച്ചിലേറെ കൂടുതൽ ഇത് കവറേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ യെല്ലോയിഷ് കളർ വരാൻ ചാൻസ് ഉണ്ട്. അത് ഈ പ്രോഡക്റ്റിൽ വരുന്നുണ്ടോ? പൊതുവെ ബോർവെലിന്റെ വെള്ളത്തിന്റെ പ്രശ്നം, പിന്നെ കെമിക്കൽ ഉണ്ടല്ലോ, ഹെവി കെമിക്കൽ ആസിഡ്, പിന്നെ പുറത്ത് വെയിൽ കൊണ്ടാല് ഈ ലൈറ്റ് സൈഡ്
വരുന്ന കളറിൽ ചിലപ്പോൾ യെല്ലോ സൈഡ് വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്കിനൊന്നും ആ പ്രശ്നം വരില്ല, പക്ഷെ വെയിലുള്ള ഭാഗത്ത് അത് വരും. അകത്ത് ഈ പറഞ്ഞ മാതിരി ബോർവെലിൻ്റെ പ്രശ്നം എല്ലാത്തിനും വരേണ്ട പ്രശ്നമാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഷാസിറ്റ്, ഇത് വരുമ്പോൾ അതിന് ചെറിയ കളർ ഫെയ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഡൂറോഫില്ലിന്റെ അപ്പോക്സി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സമയം എടുക്കും ഇത് ഫിക്സ് ആവാൻ? ഇത് നമ്മൾ ആദ്യം അണ്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്ലൈ ഇന്ന് ഗ്ലാസ് അപ്പോക്സി കൊടുക്കുകയാണെങ്കിൽ നാളെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസത്തെ ഒരു ദിവസം 24 മണിക്കൂർ വൈകുന്നേരം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ പിറ്റേ ദിവസം ചെയ്യലാണ് ഏറ്റവും നല്ലത്. മറ്റേ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് ഈ ഒരു ഡൂറോഫില്ലിന് കുറച്ചും കൂടി ടൈം ഈസി ആവുന്നുണ്ടോ? ടൈം ഈസിയാണ്, ക്ലീനിങ്ങും ഈസിയാണ്. പിറ്റേ ദിവസം ചെയ്യുമ്പോൾ ക്ലീനിങ്ങും എല്ലാം കൊണ്ട് ഈസിയാണ്. ഇത് കറ വരാനുള്ള ചാൻസ് ഉണ്ട്? ഒരു സാധ്യതയില്ല. നമുക്ക് ചളി പിടിക്കാൻ അങ്ങനത്തെ ഒരു സാധ്യതയില്ല. പിന്നെ ഞാൻ മുസ്തഫ ഖാനെ കണ്ടപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പോക്സി കൊടുക്കുമ്പോൾ പല വീടുകളിലും കണ്ടിട്ടുള്ളതാണ് ടൈൽസിന്റെ ഈ ജോയിന്റിലായിട്ട് ആദ്യം സിമെന്റിന്റെ ലിക്വിഡ് കൊടുക്കണം അല്ലേ, എന്നിട്ടാണ് അതിന് അപ്പോക്സി കൊടുക്കുന്നത്. ആവശ്യമുണ്ടോ? ഗ്ലാസ് അപ്പോക്സി കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ജോയിന്റ് ഫില്ല് ചെയ്യേണ്ട സമയത്ത് അതിന്റെ സെയിം പൊടി ഫില്ല് ചെയ്യുക. അത് പൗഡർ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് പൊടി നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർ ഫില്ല് എന്ന് പറയല്, അണ്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരുവിധ കളർക്കൊക്കെ സൂട്ടാവും. പക്ഷേ സിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുകളിൽ ലൈറ്റ് കളറാണ് ഗ്ലാസ് അപ്പോക്സി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ നെതിലിപ്പ് അടിയിൽ നിന്നുള്ള കളർ. സിമെന്റിന്റെ ക്യൂറിംഗ് ഏത് ദിവസം ടൈം പിടിക്കും, അതിന്റെ ഒരു പ്രശ്നം മാറി വരുന്നുണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ സിമെന്റ് കൊടുക്കുക, പക്ഷെ 5-6 ദിവസം വെയിറ്റ് ചെയ്തതിനു ശേഷം ചെയ്യാനും പാടുള്ളൂ. സിമെന്റ് കൊടുത്തതിന് ശേഷം നേരെ അപ്പോക്സി അപ്ലൈ ചെയ്യാൻ പാടില്ല അല്ലേ? ഇത് നമ്മൾ ഈ വീടിന്റെ കിച്ചണിലാണ് നിൽക്കുന്നത്. കിച്ചണിൽ ഏത് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതൊരു ഗാർവിംഗ് ഡിസൈൻ ആണ്, 4x2 ടൈല് പെട്ടത് ഗാർവിംഗ് ഡിസൈൻ ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോക്സി? ഇത് സെയിം, ഇത് ജോയിന്റ് നോക്കിയാൽ അത് ഡിസൈൻ തിരിച്ചറിയാം. ഇതിന്റെ ഡിസൈൻ അല്ല, ഇതിന്റെ ജോയിന്റ് തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിന്റെ കളറുകൾ നമുക്ക് സെയിം കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ടൈലിന്റെ അതേ മാച്ച് ആയിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് അപ്പോക്സി കൊടുക്കാൻ പറ്റും. ഇത് എന്ത് ചെയ്യുന്നുള്ള പ്രശ്നം നമുക്ക്, ഇത് ഗാർവിംഗ് ടൈപ്പ് ആയതുകൊണ്ട് ഗ്ലാസ് അപ്പോക്സി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ള മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചട്ടിപ്പറമ്പുള്ള മിസ്റ്റർ ടൈൽസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് സെയിം കളർ കിട്ടുക, ചെയ്തു തരാം. പക്ഷേ ഗാർവിംഗ് നമ്മൾ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു, മാസ്ക് ഉണ്ടായി പൊട്ടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. പണി കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെയിം കളർ എല്ലാം റെഡി ആയി. അപ്പൊ ഏത് ടൈലായിട്ടും അതിന് മാച്ച് ആയിട്ടുള്ള അപ്പോക്സി നമുക്ക് കിട്ടും. എവിടെന്നാ കിട്ടാ? മിസ്റ്റർ ടൈൽസ്. അപ്പൊ നമുക്ക് ആ ഷോപ്പും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ സൈറ്റിൽ നിന്ന് നേരെ വന്നിട്ടുള്ളത് ചട്ടിപ്പറമ്പുള്ള മിസ്റ്റർ ടൈൽസിന്റെ ഷോറൂമിലാണ് കേട്ടോ. കേരളത്തിലെ ഏത് ലീഡിംഗ് കമ്പനി ആയിട്ടുള്ള ടൈൽസിന്റെ ഷോറൂമിൽ നിങ്ങൾക്ക് അപ്പോക്സി അവൈലബിൾ ആണ്. ഗ്ലാസ് അപ്പോക്സി, ഡൂറോഫിലിന്റെ ഗ്ലാസ് അപ്പോക്സി കേട്ടോ. അപ്പോൾ ഇവിടെയും സ്റ്റോക്ക് കംപ്ലീറ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ ഓരോ ബോക്സും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഗ്ലാസ് അപ്പോക്സി ആണ് കേട്ടോ. ഇതിന്റെ ഒരു എങ്ങനെയാണ് റേറ്റും ക്വാണ്ടിറ്റി ഒക്കെ വരുന്നത്? ഇത് വരുന്നത് 400 ഗ്രാമാണ് വരുന്നത്. ഇതിൻ്റെ പിഗ്മെൻ്റ് അടക്കം നമുക്ക് റേറ്റ് വരുന്നത് 1620 വരുന്നത് ചെറുത്. ഇനി അതിൻ്റെ വലുത് വരുന്നത് ഇതാണ് വരുന്നത്, 1.5 കിലോ ആണ് വരുന്നത്. ഇതിൻ്റെ പിഗ്മെൻ്റ് അടക്കം 5400 MRP വരുന്നത്. അതിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ജെല്ല് നമുക്ക് വാളിൽ കൊടുക്കാൻ പറ്റുന്ന ജെല്ല് എപ്പോക്സിയാണിത്. ഇതും സെയിം പ്രൈസ് തന്നെയാണ്, 1620. പിഗ്മെന്റ് അടക്കം സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇതാണ് പിഗ്മെന്റ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കളറും നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്കിപ്പോൾ പല ടൈപ്പ് കളേഴ്സാണ് ടൈല് വരുന്നത്, പല കളറും വരുന്നുണ്ട്. അതിന് മാച്ച് ആക്കിയിട്ട് നമുക്ക് പിഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലാക്ക്, അത് വുഡൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. വുഡൻ ടൈലിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡൻ ബ്രൗൺ വരുന്നത്. പിന്നെ അതിൽ വൈറ്റ്, ഗ്രേ എല്ലാ കളറും അവൈലബിൾ ആണ്. ഇതാണ് അതിന്റെ ഷെയ്ഡ് കാർഡ് വരുന്നത്. നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ടൈലിന്റെ കളർ ഇതിൽ അവൈലബിൾ ആണ്. ഗ്ലാസ് അപ്പോക്സി ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, നിങ്ങളുടെ ഫ്ലോറൽ ടൈൽ ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ള അപ്പോക്സി സെലക്ട് ചെയ്യാൻ പറ്റും. അതിലുള്ള പിഗ്മെന്റ് ഇവിടെ അവൈലബിൾ ആണ്. മിസ്റ്റർ ടൈൽസിൻ്റെ ഷോപ്പിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലെ എല്ലാ ലീഡിങ് കമ്പനിയിലും ഈ ഒരു അപ്പോക്സി അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് ഏതാ മോഡലായിരുന്നു? ഇത് 6x4 തന്നെ ബ്രഷ് എന്ന് പറഞ്ഞ ഡിസൈനാണ്. അതായത് 4 പീസ് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയമണ്ട് ഡിസൈൻ ആയിട്ട് വരും. ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു ടൈലാണ്. ബുക്ക് മാച്ച് ഡിസൈനിൽ ബ്രഷ് എന്ന് പറഞ്ഞ മോഡൽ വരുന്ന ഐറ്റാണിത്. അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് കളറ്, അതിൽ വേറൊരു കളറും കൂടി ഉണ്ട്, ഒരു ഗോൾഡൻ ഡിസൈനും കൂടെ നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഇതാണ് ബുക്ക് മാച്ചിൽ ബ്രഷ് ഡിസൈനിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത്. ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും മൂവിങ് ഉള്ള ഒരു സൈസ് ഒരു ഡിസൈൻ ടൈലാണിത്. ഇത് സ്ക്വയർ ഫീറ്റ് 70 രൂപ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നു. ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ഡിസൈന് തോന്നിക്കുന്ന ടൈപ്പാണ്. 6x4 സൈസിൽ കാർവിംഗ് ഡിസൈൻ ടൈലാണിത്. ഇതിൽ വരുന്ന ഒരു സ്പെഷ്യൽ കളർ, ഏറ്റവും മൂവിങ് ഉള്ള ഒരു ടൈലാണിത്. അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഈ ഡിസൈന് വരുന്നത്. കാർവിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് കറക്റ്റ് പറയുകയാണെങ്കിൽ വാം ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ഡിസൈൻ അങ്ങനെ നല്ല ഷൈനിങ് വരും, നല്ല തിളക്കം വരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവിടെ മുകളിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് മൊറോക്കോയിൽ ഇതൊക്കെ മൊറോക്കനിൽ വരുന്ന ഡിസൈനാണ്. ഇത് രണ്ടും 2x4 വരുന്ന സൈസാണ്. 2 ഡിസൈൻ വരുന്നതാണ്. പിന്നെ ബാക്കിയൊക്കെ 2x2, എല്ലാം 2x2 സൈസിൽ വരുന്ന ഐറ്റംസ്. ഈ താഴെട്ടതൊക്കെ ഫ്ലോറിലും കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ ഐറ്റവും നമ്മളടുത്ത് ഫുൾ ടൈം സ്റ്റോക്കാണ്. ഇതിന്റെയൊക്കെ സ്റ്റോക്കാണ്. നമ്മൾ പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല, എല്ലാം നമ്മളടുത്ത് ഫുൾ ടൈം സ്റ്റോക്കായ മെറ്റീരിയലുകളാണ്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മൊറോക്കൻ ഡിസൈൻസ് ആണ്. ഓരോ വീടിനും ഓരോ സ്പെഷ്യൽ എലമെന്റുകളൊക്കെ വരുന്നത് മൊറോക്കൻ ഡിസൈനുകളാണ് ചെയ്യാറുള്ളത്. അതിക്ക് പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊരു സിക്സാക്കിൽ ബ്ലാക്കിലൊക്കെ വരുന്നുണ്ട്. ഇത് എവിടെയും കാണാത്തൊരു മോഡലാണ് ഇതൊക്കെ. അതുപോലെ ഫ്ലോറൽ വരുന്നുണ്ട്. കംപ്ലീറ്റ് വെറൈറ്റി ആണ്. അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻസ് ഇവിടെ ഉണ്ട്. സ്റ്റോക്കും ഉണ്ട് മൂപ്പരനെ പറഞ്ഞിട്ടുണ്ട്. സോ ആർക്കെങ്കിലും ഇതുപോലത്തെ ടൈൽസ് ഒക്കെ നോക്കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ വിസിറ്റ് ചെയ്യട്ടോ. ഷോറൂമുകൾ വരുന്നത് 3 ഷോപ്പാണ് നമുക്കുള്ളത്. ഒന്ന് ചട്ടിപ്പറമ്പ്, പിന്നെ കോട്ടക്കൽ, പിന്നെ കൊളത്തൂര്. നമുക്ക് 3 ഷോറൂമാണ് വരുന്നത്. 3 എല്ലാ ഡിസ്പ്ലേ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ വൈക്ക് ടൈൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നേരിട്ട് വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക. കാരണം അത്യാവശ്യം വൈഡ് കളക്ഷൻസ് ആണ് ഉള്ളത്. വെറൈറ്റീസ് ആണ്, നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. മൂപ്പര് പറഞ്ഞ പോലെ തന്നെ 3 ഷോപ്പായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഷോപ്പിൽ പോയാലും ഇതേ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈൽസിൽ നിങ്ങൾക്ക് ഡ്യൂറോഫിലിൻ്റെ അപ്പോക്സി അവൈലബിൾ ആയിരിക്കും. ഡ്യൂറോഫിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തെങ്കിലും ഉണ്ട്? ഡ്യൂറോഫിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കളർ കോഡ് പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ട്. ഇനി ഇൻ കേസ് കിട്ടാത്ത കളറുകളാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ, ഇന്ന് പറഞ്ഞാൽ നാളേക്ക് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഒരു വർക്കർ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കൺക്ലൂഷൻ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ട്. മെറ്റീരിയൽ അത്രയും പെട്ടെന്ന് അവൈലബിൾ ആവുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരു സാമ്പിൾ പീസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓലൊരു കറക്റ്റ് കളർ ചെയ്തിട്ട് പിഗ്മെൻ്റ് ആക്കിയിട്ട് തിരിച്ച് നമുക്ക് അയക്കും. ജസ്റ്റ് ഒരു 24 hour മാക്സിമം വരും. അതിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് ഡ്യൂറോഫിൽ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇതുവരെ കംപ്ലയിൻസ് കാര്യങ്ങൾ ഒന്നും വർക്കേഴ്സ് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് റിസ്ക് ഇല്ല. അതാണ് മെയിൻ റീസൺ. അപ്പോൾ ആരെങ്കിലും ടൈൽസ് ഒക്കെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ സ്പേസറൊക്കെ ഇട്ടാണെങ്കിൽ അപ്പോക്സി ഇപ്പോൾ എല്ലാ വീട്ടിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഡ്യൂറോഫിലിൻ്റെ അപ്പോക്സിനെ കൊടുക്കാൻ നോക്കുക. ഗ്ലോസിയാണ് വരുന്നത്, ഗ്ലാസ് ടൈപ്പാണല്ലേ? അതെ, ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. ഗ്ലാസ് അപ്പോക്സിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കളർ ഡിഫറൻസ് 90% അവരുടെ കയ്യിൽ കളർ പിഗ്മെൻറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് കളർ ടൈൽ എടുത്താലും അതിൽ മാച്ച് ആയിട്ടുള്ള അപ്പോക്സി അവർക്ക് വിരിക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണ്ടിന്യൂസ് ഫീൽ ചെയ്യും. ഒരു ജോയിൻ്റ് അവിടെ കൊടുത്ത പോലെ ഫീൽ ചെയ്യില്ല. അപ്പോൾ ഏതായാലും തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻസ് ആയിട്ട് അപ്പോക്സി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡ്യൂറോഫിലിൻ്റെ അപ്പോക്സിനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മിസ്റ്റർ ടൈൽസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ലീഡിങ് കമ്പനിയിലും ഈ ഒരു ഡ്യൂറോഫിലിൻ്റെ അപ്പോക്സി അവൈലബിൾ ആണ്. ഓക്കെ, മറ്റേ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.